നമസ്കാരം. വീണ്ടും വോട്ട് ചോരിയുമായി രാഹുൽ ഗാന്ധി. വോട്ട് നീക്കം ചെയ്യാൻ കേന്ദ്രീകൃത സംവിധാനം പ്രവർത്തിക്കുന്നുവെന്ന ആരോപണമാണ് രാഹുൽ ഇന്ന് ഉന്നയിച്ചത്. വോട്ട് കൊള്ളയ്ക്കായി ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെന്നാണ് രാഹുലിന്റെ ആരോപണം. ഹൈഡ്രജൻ ബോംബ് പൊട്ടുമെന്ന് രാഹുൽ പറയുന്നു. വരാനിരിക്കുന്ന രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബ് എന്താണ്? ഹിൻഡൽബർഗിൽ അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകി സെബി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ്പ് 10 സ്വാഗതം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടന്നാക്രമിച്ച് വോട്ട് മോഷണത്തിൽ കൂടുതൽ തെളിവുകളുമായി രാഹുൽ ഗാന്ധി. കർണാടകയിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ കൂട്ടത്തോടെ നീക്കിയെന്ന ആരോപണം. ഓൺലൈനിലൂടെ ഒരാളുടെ വോട്ട് മറ്റൊരാൾക്ക് നീക്കം ചെയ്യാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് ഈ അവസ്ഥയിലെത്തിയതെന്ന് BJP. അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനം വകുപ്പ് വഴി വിൽക്കാൻ അനുവദിക്കുന്ന വനം ഭേദഗതി ബില്ലും സഭയിൽ. സംസ്ഥാനത്ത് പാൽ വില കൂട്ടും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തിയ അധിക തീരുവ നവംബർ 30-ന് ശേഷം പിൻവലിക്കാൻ സാധ്യത. വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ. സൗദി പാക് പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. കരാർ ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ലെന്ന് സൗദി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ഉപകരണക്ഷാമം. യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചു. സൂപ്രണ്ടായി തുടരാൻ താൽപര്യമില്ലെന്നറിയിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് കത്ത് നൽകി ഡോക്ടർ സുനിൽകുമാർ. കുറഞ്ഞ വിലയ്ക്ക് ടെൻഡർ നൽകിയ കമ്പനിയിൽ നിന്നും ഗ്ലൗസ് വാങ്ങാത്ത കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഇടപാടിൽ ദുരൂഹത. വൈകുന്നതിൽ പ്രതിഷേധിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വീണ്ടും സമരത്തിലേക്ക്. ഗുണഭോക്തൃ പട്ടികയിൽ അപാകതയെന്ന ആരോപണം. ജനശബ്ദ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ പ്രതിഷേധം. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നടത്തിപ്പ് ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. ഒരുങ്ങുന്നത് 7 കോടി രൂപ ചിലവിട്ടുള്ള സൗകര്യങ്ങൾ. ശുചിമുറി ഉപയോഗത്തിൽ പെട്രോൾ പമ്പ് ഉടമകളുടെ അപ്പീൽ തള്ളി ഹൈക്കോടതി. ദേശീയപാതയിലെ ദീർഘദൂര യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും 24 മണിക്കൂറും ടോയ്ലറ്റ് സൗകര്യം നൽകണം. യാത്രികർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയെന്നും കോടതി. അർജന്റീന, സ്പെയിൻ 1-ാമത്, 2-ാം സ്ഥാനത്ത് ഫ്രാൻസ്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ 72-ാം ജന്മദിനാഘോഷങ്ങൾക്കൊരുങ്ങി അമൃതപുരി. ഈ മാസം 27-ന് നടക്കുന്ന ജന്മദിനാഘോഷം സാമൂഹിക സേവന കാരുണ്യ പദ്ധതികളുടെ വേദിയാകും. സമൂഹ വിവാഹവും കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയും ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തും. സ്റ്റോറി ഓഫ് ദ ഡേ. നീലക്കുറിഞ്ഞി വസന്തം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കള്ളവോട്ട് ചേർക്കുന്നവരെ സംരക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് മോഷണം കമ്മീഷന്റെ അറിവോടെയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പിന്നിൽ ആരാണെന്ന് അടുത്ത ദിവസം പുറത്തുവിടുമെന്നും ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേയുള്ളൂവെന്നും രാഹുൽ വ്യക്തമാക്കി. വോട്ട് മോഷണത്തിലും കള്ളവോട്ട് ചേർക്കലിലും കൂടുതൽ തെളിവുകളുമായാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത്. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും പ്രശ്നങ്ങൾ ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ രംഗത്തെത്തിയത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ വോട്ടർമാർ പോലും അറിയാതെ 6018 വോട്ടുകൾ ഒഴിവാക്കാൻ ശ്രമം നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു നടപടി. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ഫോൺ നമ്പറിൽ നിന്ന് 12 വോട്ടുകൾ നീക്കം ചെയ്യാനാണ് ശ്രമിച്ചത്. ഇതിനായി ഇരയാക്കപ്പെട്ട ആളുകളെ രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ കൊണ്ടുവന്നു. 12 लोगों का नाम डिलीट किया गया है। हालांकि मुझे मालूम नहीं
मैं कभी किसी को मैसेज भेजा भी नहीं, मैं बुलाया भी नहीं। ये बबीता आके पूछने से पता चला कि मैंने मेरे फ़ोन से ऐसा मैसेज किया, लेकिन असल में मैंने किसी को भी मैसेज नहीं किया। രാജ്യത്ത് നടക്കുന്ന വോട്ടുകൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കേന്ദ്രീകൃത സംവിധാനം വഴി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രതിപക്ഷ വോട്ടുകൾ വെട്ടുകയും BJP വോട്ടുകൾ ചേർക്കുകയും ചെയ്യുകയാണ്. കർണാടക CID 2023 ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്ത FIR-ൽ 18 കത്തുകൾ കമ്മീഷന് നൽകിയിട്ടും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. മഹാരാഷ്ട്രയിലെ രജുരയിൽ വോട്ടു ചേർക്കലാണ് നടന്നത്. 6850 വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് രാഹുൽ ആരോപിക്കുന്നു. ഹൈഡ്രജൻ ബോംബിനുള്ള അടിത്തറയാണെന്നും ബാക്കി പുറകെ വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ പ്രധാനമന്ത്രിയാണോ എന്ന ചോദ്യത്തിന് പിന്നിൽ ആരൊക്കെ എന്നത് വൈകാതെ അറിയാമെന്നായിരുന്നു മറുപടി. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കാണെന്ന് രാഹുൽ പറഞ്ഞു. The people who have destroyed Indian democracy. I'm also going to show you the method by which votes are being added and deleted. Mainly communities that are voting for the opposition, Dalits, Adivasis, minorities, OBCs are specifically targeted. ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹരിയാന, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടുക എന്നാണ് സൂചന. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഓൺലൈൻ സംവിധാനത്തോടെ ആരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനാകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. രാഹുലിനെ വിമർശിച്ച BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുന്ന ജോലിയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് BJP നേതാവ് അനുരാഗ് താക്കൂർ കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കമ്മീഷൻ രംഗത്തെത്തിയത്. രാഹുലിന്റെ ആരോപണം അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാഹുൽ പറയുന്നത് പോലെ ഓൺലൈൻ വഴി ആരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ആലൻ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ ഒഴിവാക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് കണ്ടെത്തുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തു. മാത്രമല്ല, മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിലാണ് BJP വിമർശനം ഉന്നയിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്ന ജോലി മാത്രമാണ് രാഹുൽ ചെയ്യുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് ഈ അവസ്ഥയിലെത്തിയത്. ആരോപണം ഉന്നയിക്കും, പിന്നീട് മാപ്പ് പറയും. അതാണ് നടക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. भारत का इलेक्शन कमीशन काम कर रहा है तो बार बार राहुल गांधी जी का प्रयास है कि लोकतंत्र पर प्रहार किया जाए, भारत के लोकतंत्र को कमजोर किया जाए, जनता को गुमराह किया जाए और जिस तरह से बांग्लादेश, नेपाल में स्थिति बनती है वैसे झूठ बोल बोल के वहां पे स्थिति पैदा कर दो देश में. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒരേ സ്വരത്തിലാണ് മറുപടി നൽകുന്നത്. എന്നാൽ കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തരല്ലെന്ന് കോൺഗ്രസും പറയുന്നു. അതുകൊണ്ട് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ഫലപ്രദമായി ഇടപെടാത്തതിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷം. വില നിയന്ത്രണത്തിന് യോഗം പോലും വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വില വർധനയിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടതായും വെളിച്ചെണ്ണ വിലയിൽ ഇനിയും കുറവുണ്ടാകുമെന്നും മന്ത്രി GR അനിലും വ്യക്തമാക്കി. വിലവർധനയിലും പണപ്പെരുപ്പത്തിലും വിലക്കയറ്റ തോതിലും മാസങ്ങളായി സംസ്ഥാനം ഒന്നാം സ്ഥാനത്താണെന്ന് സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് MLA ആരോപിച്ചു. വില നിയന്ത്രണത്തിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നും ഇനി അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്താനേ സർക്കാരിന് കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ മൂന്നാം ദിവസമാണ് സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തിയ വർഷമാണ് കടന്നുപോയതെന്നും പ്രതിപക്ഷ നേതാവ് പോലും സമ്മതിച്ചതാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാത്ത 8 വർഷങ്ങളാണ് കടന്നുപോയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം വില വർദ്ധിപ്പിക്കില്ല എന്ന വാഗ്ദാനം കൊടുത്തു. സാർ, 5 വർഷക്കാലം മാത്രമല്ല 8 വർഷക്കാലം വില വർദ്ധിപ്പിച്ചില്ല.
എന്നാൽ മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നും മണ്ഡലത്തിലെ സപ്ലൈകോ ഓണം മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിൽ താൻ പ്രസംഗിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. മാർക്കറ്റിൽ മെക്കാനിക്കലായിട്ടുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. വിലവർധനയിൽ യോഗം വിളിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെറുതെ യാന്ത്രികമായി ഭരിച്ചു പോകുന്നതല്ല. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് മെക്കാനിക്കലാണ്. അവർ കഷ്ടപ്പെടുമ്പോൾ, അവർ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരാഗ്രഹിക്കും, അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം, ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ. അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിലില്ല. തുടർന്ന് സ്ഥിതി വിവര കണക്കുകൾ നിരത്തി ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2025 വനം വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചു. വനാതിർത്തികളിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ബില്ല് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് നിയമഭേദഗതി ചെയ്യുന്ന 2025 കേരള വനഭേദഗതി ബില്ലും 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബില്ലുകളാണ് മന്ത്രി AK ശശീന്ദ്രൻ സഭയിൽ അവതരിപ്പിച്ചത്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നതാണെന്നും അതിൽ നിഷേധ നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത് മന്ത്രി സഭയെ അറിയിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് കൊന്നുതിന്നാൻ കഴിയുന്ന സാഹചര്യം കൂടി ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും പരസ്യമായി എന്ന് ഞാൻ പറയുന്നില്ല, സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ശരിയായ വഴിയെന്ന് ഞാനും കരുതുകയാണ്. അതേസമയം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാനം നിയമമുണ്ടാക്കിയാൽ നിലനിൽക്കുമോ എന്നും നിയമം പാസ്സാകില്ലെന്നും പേപ്പറിലെ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിയമം എതിർക്കുന്നില്ല, ഞങ്ങൾ നിയമത്തെ എതിർക്കുന്നില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണത് പാസ്സാക്കണം, നല്ല കാര്യം. പക്ഷേ ലീഗലി ഇത് നിലനിൽക്കുകയോ ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവർ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഭവമായി അത് മാറാതെ ചെയ്യണം എന്നുള്ളതല്ല പ്രശ്നം. ലീഗൽ ഇഷ്യൂ ഉണ്ട്, അതില്ല എന്നും നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ദാറ്റ് ഈസ് എ ലീഗൽ ഇഷ്യൂ. അത് കൈയടിച്ചുകൊണ്ട് ഇല്ലാതാവില്ല. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ നിയമം സംസ്ഥാനത്തിന് ബാധകമാവുമെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. ഡൽഹിയിലും നിങ്ങൾ പാർലമെന്റ് ശക്തമായി നിൽക്കുക, ഞങ്ങളും അങ്ങോട്ട് വരാം, നമുക്ക് പരമാവധി ഇത് അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കാം. അംഗങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം 2 ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ബില്ലിൽ വ്യക്തതക്കുറവുണ്ടെങ്കിൽ സബ്ജക്ട് കമ്മിറ്റി പരിശോധിക്കട്ടെ എന്നും ഒറ്റക്കെട്ടായ നിലപാടുണ്ടാകണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ കേന്ദ്ര ഫണ്ട് 1 വർഷമായി ലഭിക്കുന്നില്ലെന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി ഊർജിതമാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ വ്യക്തമാക്കി. മണ്ണാർമലയിൽ ഭീതി പടർത്തുന്ന പുലിയെ മയക്കുവെടി വെക്കുന്നതിന് ഉത്തരവ് നൽകിയതായി മന്ത്രി AK ശശീന്ദ്രനും നിയമസഭയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പൂർത്തിയാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞെങ്കിലും നടപ്പിലാക്കിയ പദ്ധതിയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷത്തിന് മറുപടിയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത്. 1 വർഷമായി ജലജീവൻ മിഷന്റെ കേന്ദ്ര ഫണ്ട് സർക്കാരിന് ലഭിക്കുന്നില്ല എന്നാണ് മന്ത്രി സഭയെ അറിയിച്ചത്. തുക ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്രം 1 വർഷമായിട്ട് നമുക്ക് പണം അനുവദിച്ചു തരുന്നില്ല. 2028 വരെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും തന്നെയും ആയിട്ടില്ല. എങ്കിലും സംസ്ഥാനത്ത് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരാറുകാർക്ക് കൊടുക്കേണ്ട തുക ഉൾപ്പെടെ കൊടുത്തു തീർത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. അതിന് ഗവൺമെന്റ് അനുമതി കൊടുത്തു, തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. തുടർച്ചയായി പുലിയെ കണ്ട മണ്ണാർമലയിൽ പുലിയെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഉത്തരവുകളും നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ സഭയിൽ പറഞ്ഞു. ദ്രുതകർമ്മസേനയെ കൂടുതലായി നിയോഗിച്ച് പെട്രോളിംഗ് വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നും നജീം കാന്തപുരം MLA സഭയിൽ ഉയർത്തിയ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ RRTകളെ നിയമിക്കുകയും പെട്രോളിംഗ് ശക്തിപ്പെടുത്തുകയുമാണ് ഇതുവരെ ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഒരു
പ്രതിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള 2 കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പാൽ വിലയിൽ വർധനയുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചിറാണി അറിയിച്ചു. തോമസ് കെ തോമസ് MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽ വില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച 5 അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽ വില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ പിഴത്തീരുവ അമേരിക്ക പിൻവലിച്ചേക്കുമെന്ന സൂചന. ചില ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ പിഴത്തീരുവ നവംബർ 30 ശേഷം പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ പറഞ്ഞു. ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൊൽക്കത്തയിൽ മർച്ചന്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ 30 ശേഷം പിഴത്തീരുവ ഉണ്ടാകില്ലെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി പാക് പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കും. രാജ്യ താൽപര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും പുതിയ പ്രതിരോധ ഉടമ്പടി ഒപ്പുവെച്ചത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി അതിനെ കണക്കാക്കുമെന്നാണ് കരാറിന്റെ ഉള്ളടക്കം. ഇസ്രയേൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമാണ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യമാണെങ്കിലും രാജ്യത്തെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സവാൾ പറഞ്ഞു. ഉടമ്പടി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങൾ ആഗോളതലത്തിലെ സ്ഥിരതയെ ബാധിക്കുന്നതും പരിശോധിക്കും. രാജ്യ താൽപര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരുന്നു. പ്രകോപനപരമായ സാഹചര്യമുണ്ടായാൽ ഇനിയും ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ശക്തമായി നിലപാടെടുക്കേണ്ടി വരും. അത്തരം നീക്കങ്ങൾക്ക് ഇപ്പോഴത്തെ ഉടമ്പടി തടസ്സമാകുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നീക്കമുണ്ടായാൽ സൗദിയുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കരാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ടോപ്പ് 10 പോകുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ DMOയ്ക്ക് രാജി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ രാജി ആരോഗ്യ വകുപ്പ് അംഗീകരിച്ചിട്ടില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ദേവിക ചേരുന്നുണ്ട്. ദേവിക, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണല്ലോ ഈ ഡോക്ടർ സുനിൽകുമാർ രാജി സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്? ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പല ആവർത്തിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ ദേവിക. ഡോക്ടർ ഹാരിസ് ഒക്കെ നേരത്തെ തന്നെ പറയുന്നുണ്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങളടക്കം മെഡിക്കൽ കോളേജിലില്ല. അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രിക്ക് മുൻപിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴത്തെ രാജി. തീർച്ചയായിട്ടും അശ്വതി, ഡോക്ടർ ഹാരിസിനെതിരെ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ PK ജബ്ബാർ നടത്തിയ വാർത്താ സമ്മേളനവും അതിനിടയിൽ വന്ന ഫോൺ കോളും ഒക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വിവാദങ്ങൾ തുടരുകയാണ്. ഇന്ന് ശസ്ത്രക്രിയ മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളിൽ ഈ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ സൂപ്രണ്ട് രാജി സമർപ്പിച്ചിട്ടുള്ളത്. DMEക്കാണ് നിലവിൽ രാജി സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആരോഗ്യ വകുപ്പ് നിലവിൽ ഈ രാജി അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയൊരാളെ കണ്ടെത്തും വരെ ഈ രാജി അംഗീകരിക്കാനിടയില്ല. എന്തായാലും ഇന്ന്
തുടർന്ന് ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് താനൊരു ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ഈ സൂപ്രണ്ട് ആയതോടുകൂടി തനിക്ക് ജോലിയിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സൂപ്രണ്ട് സ്ഥാനത്ത് നിന്നും തന്നെ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഈ സൂപ്രണ്ട് കത്ത് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാജി സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സൂപ്രണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗ മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസിന്റെ തുറന്ന പറച്ചിലടക്കമുള്ള വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ സൂപ്രണ്ട് സ്ഥാനത്തു നിന്നുള്ള പിന്മാറ്റം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ട് സ്ഥാനത്തു നിന്നും ഡോക്ടർ സുനിൽകുമാർ രാജിവെച്ചിരിക്കുകയാണ്. സ്ഥാനത്ത് തുടരാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ച് നേരത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് കത്ത് നൽകിയിരുന്നു. ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടറായ തനിക്ക് സൂപ്രണ്ടായതോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്ന് കാട്ടിയാണ് അദ്ദേഹം കത്ത് നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധി അടക്കം പ്രശ്നങ്ങളാലാണ് രാജിക്ക് പിന്നിലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. DMEക്കാണ് രാജി നൽകിയത്. അതേസമയം രാജി ആരോഗ്യ വകുപ്പ് അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഉപകരണ പ്രതിസന്ധി. യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചു. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയാ ഉപകരണമില്ല. നേരത്തെ രോഗികൾ പിരിവിട്ട് വാങ്ങിയിരുന്നു, എന്നാൽ അത് ആരോഗ്യമന്ത്രി വിലക്കിയതിന് പിന്നാലെയാണ് ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചത്. പ്രതിസന്ധി കാരണം ഇന്നലെ ഒരു ശസ്ത്രക്രിയ മാറ്റിവെച്ചു. കുറഞ്ഞ വിലയ്ക്ക് ടെൻഡർ കോട്ട് ചെയ്ത കമ്പനിയിൽ നിന്നും ഗ്ലൗസ് വാങ്ങാത്ത കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഇടപാടിൽ ദുരൂഹത. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടതിനെ തുടർന്നാണ് കൂടുതൽ തുക കോട്ട് ചെയ്ത കമ്പനികളുമായി KMSCL കരാറുണ്ടാക്കിയതെന്നാണ് ആക്ഷേപം. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് മറ്റ് കമ്പനികളെ ഒഴിവാക്കാൻ കാരണമെന്നാണ് KMSCLന്റെ വിശദീകരണം. 10 കോടി രൂപയുടെ ഗ്ലൗസ് ഇടപാടിൽ നിന്നാണ് തുക കുറച്ചു ക്വാട്ട് ചെയ്ത കമ്പനിയെ KMSC ഒഴിവാക്കിയത്. എക്സാമിനേഷൻ ഗ്ലൗസിൻ്റെ മീഡിയം ലാർജ് ഇനത്തിൽ 9,75,00,000 രൂപയുടെ ഓർഡർ രണ്ടാമത്തെ കമ്പനിക്ക് നൽകുകയായിരുന്നു. 2 ഇനം ഗ്ലൗസുകളും 3 രൂപ 30 പൈസയ്ക്ക് നൽകാമെന്ന് മഹാരാഷ്ട്ര കമ്പനി ക്വാട്ട് ചെയ്തിരുന്നു. എന്നാൽ മീഡിയം ഇനത്തിൽ 3 രൂപ 79 പൈസയും ലാർജ് ഇനത്തിൽ 3 രൂപ 90 പൈസയും ക്വാട്ട് ചെയ്ത കമ്പനിക്ക് കരാർ നൽകി. അതേസമയം ടെൻഡറിൽ 3 രൂപ 90 പൈസ ക്വാട്ട് ചെയ്ത മൂന്നാമത്തെ കമ്പനിയെയും പ്രവൃത്തി പരിചയം കുറഞ്ഞെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഒഴിവാക്കിയതെന്നാണ് ആരോപണം. ഈ തുച്ഛമായ ഗ്ലൗസിന് വളരെയധികം വില കൊടുത്തുകൊണ്ട് കമ്പനിയെ ഉണ്ടാകുന്ന ഈ അവസരം ആരുടെ ആവശ്യപ്രകാരമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി. എക്സാമിനേഷൻ ഗ്ലൗസിന്റെ കുറഞ്ഞ നിരക്ക് ക്വാട്ട് ചെയ്ത L1 വരുന്നതാണ് മഹാരാഷ്ട്ര കമ്പനി. നിരക്ക് കൂടുതൽ കാണിച്ച സെന്റ് മേരീസ് റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിലുള്ള കമ്പനിയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് മറ്റ് 2 കമ്പനികളെയും ഒഴിവാക്കിയതെന്നാണ് KMSCC അധികൃതർ പറയുന്നത്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ അവസാനം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ അപാകത ആരോപിച്ച് ദുരന്ത ബാധിതർ വീണ്ടും സമരത്തിലേക്ക്. ജനശബ്ദ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെയാണ് സമരം. അർഹരായ 173 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ദുരന്തബാധിതരുടെ കൂട്ടായ്മ സമരം പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയും കളക്ടറേറ്റും ഉപരോധിക്കാനാണ് തീരുമാനം. പുതുതായി കൂട്ടിച്ചേർത്ത പട്ടികയിൽ ഉൾപ്പെട്ട 49 കുടുംബങ്ങളിൽ 12 പേർ അനർഹരാണ്. ഒരേ കാട്ടിൽപ്പെട്ട 2 പേരും മുണ്ടക്കയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാറി താമസിച്ചവർ വരെ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ അർഹരായ പലരും ഒഴിവാക്കപ്പെട്ടു. അതായത് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്ര കാലം നമ്മൾ വെയിറ്റ് ചെയ്തു. 1 വർഷവും 2-ാം മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അപ്പോൾ ഇപ്പോഴും ലിസ്റ്റ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കാത്ത ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയൊരു കാത്തിരിപ്പിനുള്ള സമയമല്ല. ഇനിയൊരു ലിസ്റ്റ് വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ തിരുവനന്തപുരം പോയി അന്വേഷിച്ച സമയത്ത് പറഞ്ഞത് എല്ലാവരെയും പരിഗണിക്കും, തീർച്ചയായിട്ടും ഘട്ടം ഘട്ടമായി പരിഗണിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതിനാൽ ഞങ്ങൾ എന്തായാലും മറ്റന്നാളൊരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അത് മനസ്സിൽ സമരത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഒരിക്കലും ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. പട്ടികയിലെ 6 പേർ അനർഹരാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അനർഹരായവർ പട്ടികയിൽ കടന്നുകൂടിയതിനു പിന്നിൽ പ്രവർത്തിച്ചത് സ്ഥലം മാറിപ്പോയ വില്ലേജ് ഓഫീസറാണെന്നും ദുരന്തബാധിതർ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, വയനാട്.
പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച രാവിലെ അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പമ്പയിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പ ത്രിവേണിയിൽ സംഘടിപ്പിക്കുന്നത്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 3500 പ്രതിനിധികളെ പങ്കെടുപ്പിക്കും. പ്രത്യേക പാസ് നൽകി മാത്രമാണ് പ്രവേശനം. 20 രാവിലെ 9:30 മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന സഭ നടക്കും. തുടർന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ വികസനം, സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്, തീർത്ഥാടന കാലത്തെ സുരക്ഷയും തിരക്ക് നിയന്ത്രണവും എന്നിങ്ങനെ 3 സെഷനുകളായി തിരിഞ്ഞ് ചർച്ചകൾ നടക്കും. 4:30 സമ്മേളനം സമാപിക്കും. തുടർന്ന് പ്രതിനിധികൾക്ക് ശബരിമല ദർശനത്തിനായി സൗകര്യമൊരുക്കും. സംഗമത്തിന്റെ സംഘാടനത്തിനായി 7 കോടി രൂപയോളം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. തുക സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. മാസപൂജയ്ക്കായി തുറന്ന ശബരിമല തീർത്ഥാടനത്തിന് യാതൊരു നിയന്ത്രണങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടില്ല. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ PK ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ, സംസ്ഥാന മന്ത്രിമാരായ K രാജൻ, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, KB ഗണേഷ് കുമാർ, വീണ ജോർജ്, സജി ചെറിയാൻ, MLA മാരായ KU ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, SNDP, NSS, KPMS തുടങ്ങിയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നതായും എന്നാൽ പങ്കെടുക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതല ഒരാളുങ്കൽ സൊസൈറ്റിക്ക് 7 കോടി രൂപ ചെലവിൽ അത്യാഡംബര സൗകര്യങ്ങളാണ് സംഗമത്തിനായി ഒരുക്കുന്നത്. സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ സംഗമത്തിനായി പണം മുടക്കരുത് എന്ന് കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ സംഗമത്തിനുള്ള പന്തലുകൾ മുതൽ ഭക്ഷണം വരെ എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണമായും ഊരാളുങ്കൽ സൊസൈറ്റിയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 7 കോടിയോളമാണ് സംഗമത്തിന് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തിന്റെ പ്രധാന പന്തൽ രാമമൂർത്തി മണ്ഡപം ഇരുന്ന ഭാഗത്ത് 30,500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ജർമ്മൻ സാങ്കേതിക വിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റ് 2 പന്തലുകൾ കൂടിയുണ്ട്. പന്തലിന് മുകളിൽ ചൂടിനെ പൂർണ്ണമായും പ്രതിരോധിക്കുന്ന ഷീറ്റുകളാണ് വിരിച്ചിട്ടുള്ളത്. തറയിൽ പ്ലൈവുഡ് പാളികൾ പാകി. എല്ലാ പന്തലുകളും പൂർണ്ണമായും ശീതീകരിച്ചതാണ്. VIP-കളെ സ്വീകരിക്കാൻ പ്രത്യേക ലോഞ്ച്, കോൺഫറൻസ് ഹാളുകൾ, ഡൈനിങ് ഹാൾ, വിശ്രമ മുറികൾ, എക്സിബിഷൻ ഹാൾ തുടങ്ങി സൗകര്യങ്ങളാണ് പന്തലിൽ ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പെട്രോൾ പമ്പുകളിൽ ടോയ്ലറ്റ് ഉപയോഗം സംബന്ധിച്ച വിഷയത്തിൽ പെട്രോൾ പമ്പ് ഉടമകൾക്ക് വീണ്ടും തിരിച്ചടി. ദേശീയപാതയിലെ ദീർഘദൂര യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും 24 മണിക്കൂറും ടോയ്ലറ്റ് സൗകര്യം നൽകണമെന്ന് ഹൈക്കോടതി. പെട്രോൾ പമ്പ് ഉടമകൾ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. യാത്രികർക്ക് ദേശീയ പാതയോരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കൃത്യമായ ദൂരപരിധിയിൽ NHAI അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ട ബാധ്യത പെട്രോൾ പമ്പ് ഉടമകൾക്കുമേൽ നൽകാനാകില്ലെന്നും ഹൈക്കോടതി നിരീക്ഷണത്തിൽ വ്യക്തമാക്കി.